ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നൈറ്റ് മൊത്തം നല്ല വേനൽ മഴയൊക്കെ കിട്ടി. രാവിലെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇക്കുമ്പാടെ ചായയൊക്കെ കുടിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് അങ്ങനെതാ നമ്മൾ രാവിലത്തെ തുടങ്ങണം കേട്ടോ. ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്തിട്ടോ ദോശ ചൂടാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ വേഗം ഇഡ്ഡലിയിലോട്ടേ പോവുള്ളൂ. എനിക്ക് ദോശ ചൂടാൻ ഭയങ്കര മടിയാണ്. കാരണം എനിക്ക് കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് അധികം നേരം എനിക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇഡ്ഡലി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എല്ലാവർക്കും ദോശ ഇഷ്ടം. ഫൈക്കൂട്ടം കണ്ടാവും സൂക്കായി ഉറങ്ങണം, ഒന്നും അറിയണ്ട അവനിക്ക്. പൊന്നൂസുണ്ട് കേട്ടോ. അവിടെയൊക്കെ എങ്ങനെ ഉണ്ട്? മദ്രസ ഇല്ലാത്ത ദിവസമാണെന്ന്, വെള്ളിയാഴ്ചയാണ്. പിന്നെന്താ അതാ ചട്നിയാണ് അടുത്ത പരിപാടി. പച്ചമുളക് ഡപ്പയിലൊക്കെ ഇട്ട വെച്ച് ഇതാ ഫ്രിഡ്ജിലോട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോ എന്താ അതിനെയൊക്കെ ഇട്ടങ്ങോട്ട് അരച്ചെടുക്കണം. ഇവിടെ കൂടുതലും ഇഷ്ടം ചട്നിയാണ്. കൂടുതൽ പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുണ്ണി ചമ്മന്തി ഇഷ്ടം, ഇക്കാക്ക് ഫൈമോന് ചട്നി ഇഷ്ടം. അപ്പൊ പിന്നെ വെറുതെ ഒരു പ്രശ്നം വേണ്ട, രണ്ടും അങ്ങോട്ട് ഉണ്ടാക്കും കേട്ടോ. എപ്പോഴും എനിക്ക് ചട്നി അധികം ഇഷ്ടമല്ല, പക്ഷെ ഇക്കാക്ക് ചട്നി നിർബന്ധമാണ്. അങ്ങനെ ഇതാ ഞാനും ഇക്കയും രാവിലെ കിടന്ന് തകർത്ത് പണിയാണ്. ഇക്കാക്ക് ദോശ അങ്ങോട്ട് കൊടുത്തു. എന്ന് ദോശ ഉണ്ടാക്കണോ അന്ന് ദോശ ഉണ്ടാക്കൽ പണി ഇക്കാന്റെ പണിയാണ് കേട്ടോ. കൈക്ക് അങ്ങനെയെങ്കിലും കുറച്ച് എക്സസൈസ് ഉണ്ടാക്കട്ടെ. അങ്ങനെ ഇതാ കറിവേപ്പിലേക്ക് പറിക്കാൻ വേണ്ടി പോയി ചട്നി താളിക്കാൻ. കണ്ടോ, നല്ല രാവിലെ എണീച്ച് നല്ല രസമുണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എന്താ അതാ ചട്നിയൊക്കെ ആയിട്ടുണ്ട്. ഇനി താളിച്ച് അങ്ങോട്ട് കൊട്ടണം. ദോശ പണി ഈ കുട്ടികൾക്ക് രണ്ടാൾക്കും നെയ്യ് ഒഴിച്ച് കൊടുക്കും കേട്ടോ. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ അവർക്ക് കഴിക്കാൻ. അല്ലെങ്കിലും ദോശയൊക്കെ കഴിക്കും, ചമ്മന്തിയൊക്കെ കഴിക്കും. എന്നാലും നെയ്യ് കുറച്ച് കൂട്ടിക്കൊടുത്താൽ കുറച്ചുകൂടെ ഒന്ന് കഴിക്കല്ലോ പറഞ്ഞിട്ട് ഭയങ്കര മടിയാണ്. രണ്ടാളും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഇതാ ദോശയും ചട്നിയൊക്കെ ആയിട്ട് ഇതാ ഇനിയിപ്പോ എന്താ അടുത്ത ചടങ്ങ് എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു ഭാഗത്ത് ഇരുത്തണം. രാവിലെ തന്നെ കണ്ടോ ഫോണിലാണ് എണിച്ച പാട്, പല്ലും കൂടെ തേച്ചിട്ടില്ല കേട്ടോ, ഫോണിലാണ് ഇരിക്കുന്നത്. പിന്നെയാണ് ഇപ്പൊ ഇതാ ഫൈക്കൂട്ടനെ പൊന്നിസ് പല്ലൊക്കെ തേച്ചിട്ടോ. അവള് രാവിലെ മദ്രസയിൽ പോണ ആ ഒരു മൂഡില് എണിച്ചു പല്ല് തേച്ചു. പിന്നെ ഇതാ ഭക്ഷണമൊക്കെ കൊണ്ട് ടേബിളിൽ വെച്ചിട്ടാണ് ഫൈക്കൂട്ടനെ പല്ലേക്കാൻ കൊണ്ടുപോകുന്നു കേട്ടോ. ഫൈക്കൂട്ടൻ ഇപ്പൊ കുറച്ച് മടിയനായിട്ടുണ്ട്, കൂടെ പിന്നാലെ നടക്കണം പല്ലേക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നു. ഇക്കയാണ് കേട്ടോ വിളമ്പുന്നത്. കണ്ടോ, ഇക്ക എല്ലാവർക്കും എന്താ വിളമ്പി തരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ അങ്ങോട്ട് കഴിച്ചെടുക്കണം. ഇനി അടുത്തത് എന്താ ഉച്ചക്കത്തെ പണി അങ്ങോട്ട് തുടങ്ങണം. ഇക്ക പറയുന്നുണ്ട് ഇന്ന് എന്താ ഉണ്ടാക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞപ്പോൾ പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, അൽഫാം ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാക്കിക്കോ, എനിക്ക് വയ്യാന്ന് പറഞ്ഞു കേട്ടോ. എന്താന്ന് വെച്ചാൽ കാല് നല്ല പെയിനുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. അപ്പം മഴ തണുപ്പൊക്കെ ആവുമ്പോൾ എനിക്ക് കാലിന് വേദന കൂടാറുണ്ട്. ഏതാണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടികൾ. നിങ്ങൾ എന്തൊക്കെയാ വീഡിയോ ഒക്കെ കണ്ടിരിക്കുക. എല്ലാവർക്കും സുഖല്ലേ? നമുക്കും സുഖമാണ്. അപ്പോൾ നമ്മൾ അടുത്ത പണിയൊക്കെ നോക്കട്ടെ. നിങ്ങൾ